കോതവരുത്തി പാടശേഖരത്തിലാണ് പട്ടാളപ്പുഴുവിന്റെ ശല്യം മൂലം വ്യാപക കൃഷിനാശമുണ്ടായത്. 200 ഏക്കർ വരുന്ന പാടശേഖരത്തിന്റെ 50 ഏക്കർ കൃഷി പൂർണ്ണമായും നശിച്ചു. 45 മുതൽ 20 ദിവസം പ്രായമായ നെൽച്ചെടികൾ പുഴു തിന്നുതീർത്തു. 43 കർഷകർ ഉൾപ്പെടുന്ന കോതവരുത്തി പാടശേഖര സമിതിയിലെ കർഷകർ ഇതോടെ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. വടശ്ശേരിക്കരയിൽ പമ്പ ഇറിഗേഷൻ കനാൽ തകർന്നതോടെ ജലദൗർബല്യം രൂക്ഷമായതിനെ തുടർന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം കയറ്റിയിറക്കുവാൻ കഴിയാത്തതാണ് പട്ടാളപ്പുഴുവിന്റെ ശല്യം വ്യാപകമാകുവാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. 30 ഏക്കർ ഞങ്ങൾക്ക് ഒരു 8.5 ലക്ഷം രൂപയുടെ നഷ്ടം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി മൊത്തത്തിലുള്ളത് അങ്ങനെ പടരുകയാണ് എന്ന വരിയിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം 44 കർഷകർക്കും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിത്തീരും. കാരണം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കുറേ ലോൺ എടുത്തവരുണ്ട്, സ്വർണം പണയം വെച്ചവരുണ്ട്, അതോടൊപ്പം തന്നെ ഈ കൈവായ്പ എടുത്തവരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പരിസ്ഥിതി ഉള്ളതുകൊണ്ട് ഈ കൈവായ്പ എടുക്കാനും അതുപോലെ തന്നെ കൃഷിക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ വർഷം ഈ 220 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. മെയിനായിട്ടുള്ള പ്രശ്നം വെള്ളത്തിൻ്റെ വിഷയമാണ്. ആ വിഷയം കൊണ്ടാണ് ഉണ്ടായെന്നാണ് വിദഗ്ധ അഭിപ്രായങ്ങൾ വന്നിരിക്കുക. ഞങ്ങൾക്ക് അത്രത്തോളം അറിയാൻ പാടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഇവിടെ വെള്ളത്തിൻ്റെ വിഷയം വന്നപ്പോൾ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു, പഞ്ചായത്തുമായിട്ട് പരിശോധിച്ചു, പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു, കളക്ടറെ കാണാൻ പോയിട്ട് കളക്ടറെ കാണാൻ ADMായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം പന്തളത്ത് എൻജിനീയേഴ്സിൻ്റെ ഓഫീസിലേക്ക് ലെറ്റർ തന്ന് അവിടെ പോയി. അവരിവിടെ വന്നു, എസ്റ്റിമേറ്റൊക്കെ എടുത്ത് പോയിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ പൂർത്തിയായി വരുമ്പോൾ ഈ ടൈമിലേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നൊരു ഇതല്ല. പിന്നെ ഗവൺമെൻറ്റും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടി സഹകരിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അല്ല ഞങ്ങൾ പറയുന്ന പോലെ ഒന്നും നടക്കത്തില്ലല്ലോ. അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഇതു സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. ഇപ്പം ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്ക് മരുന്നടി, കാരണം ആ ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന മരുന്നടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കർഷക സാന്ത്വന ടീമുമായിട്ടും മങ്കൊമ്പിലെ സ്റ്റേഷനുമായിട്ടും ബന്ധപ്പെട്ടതനുസരിച്ച് ഫെയിം ഫ്ലൂബെൻഡാമൈഡ് എന്ന ഒരു കീടനാശിനിയാണ് ഞാനിവിടെ പാടശേഖരത്തിലെ കർഷകർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതാണ് ഇത് കൂടാതെ നമ്മുടെ ചുറ്റുമുള്ള ബണ്ടിലുള്ള കളകൾ നിയന്ത്രിക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും പാടത്തിന് ചുറ്റും ഒരു ട്രെഞ്ച് പോലെ കെട്ടിയിട്ട് കുഴിയെടുത്തിട്ട് വെള്ളം കെട്ടി നിർത്തിയാൽ കുറച്ചൊക്കെ ഇതിന് നമുക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ജലദൗർലഭ്യം മൂലം പാടശേഖരത്തിന്റെ പലയിടവും വിണ്ടുകീറിയ നിലയിലാണ്. അടിയന്തര ധനസഹായം സർക്കാർ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. 2010 മുതൽ തുടർച്ചയായി കൃഷിയിറക്കിയ കോതവരുത്തി പാടശേഖരത്തിൽ ഇതാദ്യമായാണ് പട്ടാളപ്പുഴുവിന്റെ ശല്യം റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.